അച്ഛാ, ഈ തോർത്ത് എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിൽ ഇട്ട് മൂടാനാടാ. എവിടെ പോയി കിടക്കണം? നിങ്ങൾ വന്ന് ചോറ് തിന്ന്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എന്റെ മോൻ പറ്റടി, അവന് കാണാണ്ട് മനസ്സിലുണ്ട് എവിടെ പോയി കിടക്കുന്നുണ്ട്. യാത്ര നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൻ ഇത്ര നേരമായിട്ടും വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി ടി വി കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ ടി വി മനുഷ്യനോട് അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ, അവതവര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിയെന്ന് ചോദിക്കാം. ആര് വൈകടി? ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ ചിലപ്പോൾ വൈകും. ഓ, അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. ഇതിന്റെ ബാക്കി അവിടെ പോയടാ. അത് ആശാനത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വിശന്നിട്ടിരിക്കുന്നു ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചടി നിന്നെ ഞാൻ. കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായി? തുടങ്ങി തള്ളും തളക്കലും. ആ എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ. എന്റെ തരിപ്പങ്ങട് മാറി. 5ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോട് വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാ. ആണോ? ആ, അതൊക്കെ കേൾക്കുമ്പോ എന്റെ മോൾ അസീലാനും കൊണ്ട് ഇവിടെ നാട് വിടാനാ തോന്നണേ. ഏത് നാട്ടിൽ ചെന്നാലുണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. അതാണ് അതിന്റെ ശരി. എനിക്കെന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ വിഷ കൊടുത്തു. പിന്നെ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മോനെ എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാടാ ഈ പഞ്ചായത്തിന്റെ മുത്ത്. ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളെ തച്ചോളിയപ്പോ ഫസ്റ്റ് എടുത്തു പൊക്കണം നമ്മുടെ പയ്യനെ. വെള്ളം വരാത്ത നീ വന്നപ്പോ മുതൽ ഈ വാഷ് ഇവിടെ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കുകയാണ് ആശാനിത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷ് ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ്, വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എനിക്ക് നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കലക്കടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കണത്? വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാന. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് പ്ലാൻ? ഇല്ല, നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? എന്നെ വേണം പറയാം. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്ത് നടക്കുന്നത് ഉറച്ചോണ്ടിരിക്കുന്നു. കാണാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ. പോ മര്യാദക്ക് പണിയെടുക്കാൻ നോക്കണം, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജിയടാ, ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റ കാശ് കൊടുക്കാൻ.
ഇല്ലെങ്കിലേ അമരനെ പൊക്കി ഏറി നിർത്തും അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ലേ? എന്ത് പണി? തുടക്കടാ. ആശാനെ ഏ? കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്നാ തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. കൊടുക്കത്തെ തൂറ്. എന്തൊരു തൂറലാടാ ആശാനെ. എടാ 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 എന്തെങ്കിലും ചെയ്യടാ. ചെയ്തോണ്ടിരിക്കടാ. ഈ വഴി നോക്കി ഇവിടെ എത്തിയോ? ആ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ കാവ്യ കാവ്യല്ലാളിയാ. നിമിഷം നിമിഷം പണിയെടുക്കടോ. കിട്ടിയ കിട്ടും. കാവ്യ ഹായ്. വാ. ഒന്ന് പറഞ്ഞേ. വാ നീ. ഡാ, എന്തിയാടാ കാവ്യ പിന്നെ ഇത് പോയടാ. ഇവിടുത്തെ നിമിഷം വന്നേക്കാണ്. അന്നേരം കാവ്യ തീർത്തവൻ നിന്റെ. ഡാ, പണിയെടുക്ക്. ദാ കുടിക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന ഹസീന. എന്താ? ഒരു കുപ്പി വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരുമെന്ന്. നിനക്ക് വേണടാ. ഇന്നെന്താ ക്ലാസ്സിൽ പോകാനേ? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അയ്യടാ, തന്നെ കെട്ടാൻ പോകുന്നത്. അങ്ങനെയൊന്നും പറയരുത്. ഹായ് വെള്ളം. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരുവോ? പെട്ടെന്ന് തീർത്തേക്കാമേ. സീനെ, ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ്, ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തിയായിട്ട് മാറ്റിച്ചല്ലോ തിണ്ടി. എന്താടാ വായി നോക്കി? ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ, പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയും. ആശാൻ ചുമ്മാ തമാശ. പെങ്കൊച്ചിനെ അങ്ങ് വീട് ഇല്ലെങ്കിൽ ഈ പെയിന്റ് വാട്ടെടുത്ത് തലയൊക്കെ ഞാൻ